ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് വീഡിയോ സച്ചിനേട്ടാ? നമ്മുടെ ലോക്കായ വീഡിയോ. ഇന്ന് ഫുൾ ഡേ സച്ചിനേട്ടന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ സച്ചിനേട്ട എസ്കേപ്പ് ആയില്ലേ, അപ്പൊ ഇപ്രാവശ്യം നമ്മള് വിടൂല. വേറെ നല്ലട്ടോ, ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ കൊറിയർ വന്നതാണ്. അപ്പോൾ അത് വേഗം വാങ്ങി വെച്ചിട്ട് വേഗം അൺബോക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. വീട്ടിലേക്ക് വേണ്ട കുറച്ച് ചെറിയ സാധനങ്ങളായിരുന്നു. അമ്മയും മുകളിൽ കുറേ പൈസ കളയാൻ വേണ്ടിയിട്ട് കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെന്താ? പൂവാണ്, മറ്റേ സ്റ്റെയറിലൊക്കെ ഇവിടെ ചെടി ഉണങ്ങിപ്പോയി സാധനം തന്നെ കേട്ടോ. ഇതെന്തിനാ ചെടി പോയപ്പോ വെക്കണം? ഇപ്പൊ തന്നെ പോകുന്നുണ്ടല്ലോ, അതോ തൊഴിഞ്ഞു പോകുന്നു? ഫസ്റ്റ് ഐറ്റം ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ കൈ നോക്കേ. ഇത് ഏട്ടൻ പറഞ്ഞ സാധനം. ഏതാ? നമുക്ക് ഉപകാരപ്പെടുന്ന സാധനം ഞാൻ പറഞ്ഞതാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനം. ഫാന് കുഴപ്പമില്ല. ചോറായി കൊടു. ചാർജ് ഉണ്ടായി? അതില് ചാർജ് ഉണ്ടോ? നോക്ക്. ചാർജർ ഉണ്ട്, ചാർജർ, സ്റ്റാൻഡ്, മറ്റേ സാധനം. അപ്പൊ അത് സെറ്റ്, അത് അടിപൊളി. എങ്ങനെ പിടിക്ക? തിരിച്ചു പിടിക്കാമേ, തിരിച്ച്. അങ്ങനല്ലേ? എങ്ങനെ വരുന്ന കാറ്റ്? അച്ഛന് വീഡിയോയിൽ കൊടുക്കാൻ ഇഷ്ടമില്ല. നോക്കട്ടെ, വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വീട്ടിൽ ഓർഡർ ചെയ്യും. പൊട്ടിച്ചോളൂ കേട്ടോ. ഇത് അമ്മയ്ക്ക് എനിക്കുള്ള മറ്റേ കട്ട് ചെയ്യുന്ന സാധനം, ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന. അതിനുള്ളിട്ട് അത് വർക്ക് ചെയ്യില്ല, അത് വെറുതെ. അതിലൊന്ന് കാണിച്ച്, ഒന്ന് കാണിച്ചേ. എന്നാ ഉള്ളി വന്നിട്ട് ആ ഉള്ളി ഇട്ടൊന്ന് കറക്കി കാണിച്ചേരണേ. അതിങ്ങനെ ഇട്ട് കൊടുത്തല്ലേ? അത് അരിയുന്നാണ്. ഇത് ഇതല്ല, ഇത് നോക്കി. അതായത് ഉള്ളി അറിയൂല, ഉള്ളി അതിൽ കിടക്കും. നോക്കിയോളി. അത് ഞാനിപ്പോ വ്ലോഗ് ചെയ്യല്ലേ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കട്ടില്ലാത്ത ചെറുതൊന്നും ഇട്ടോ, എന്നിട്ട് മുറി നോക്ക്. അത് കുഴപ്പമില്ല. ഉള്ളി സച്ചിനേട്ടൻ പറഞ്ഞ പോലെ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചു വെക്കാം. ഞാൻ ഇതിന്റെ അടിയിൽ കൂടെ എയർ പോകുന്നതിന്റെ ചെയ്തില്ല, വന്നില്ല. വാതിലിന്റെ ബാറ്ററി ബോട്ടിൽ ആണോ? വെള്ളത്തിന്റെ അല്ലേ? ഓർഡർ ചെയ്യാത്ത സാധനം. ഇതെന്താ പാലൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. നാളെ വെച്ച് എല്ലാവരും അതിലൊരു ബില്ല് പോലും ഇല്ലല്ലോ. ഇത് മറ്റേ ബാത്റൂമിലേക്ക്. എടാ അതെന്തിനാ? ഇവിടെ ഒന്നില്ലേ? നമ്മളെ ബാത്റൂമിലേക്ക് ഒന്നല്ലേ ഉള്ളൂ. ഒന്നുണ്ട്, ഞാൻ പറയണ്ടേ. അതാ ഇതിലുണ്ടായിരുന്നു അലമാരയിൽ. എടുക്ക് നോട്ടെ, അത് നോക്കണേ. ഇത് വലിയ പൈസ ചോദിക്കാൻ ഓർഡർ ചെയ്തിട്ടല്ലോ ഓരോന്ന്. ഞാൻ ശ്രദ്ധിച്ചില്ല. എത്ര? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. തന്നെ കഴിഞ്ഞ് രണ്ടെണ്ണം എനിക്ക് സങ്കടായി. ഇത് ഞാൻ ഓർഡർ ചെയ്തില്ല. ഓ ഇപ്പൊ പറയാം. ഇത് 3 കുഴപ്പമില്ലല്ലേ? ഇനി എന്റെ ഇതുകൂടി ഫെയിലാന്ന് കാണിച്ചു കൊടുക്കണം. അതിൽ ഉള്ളിയിട്ടൊന്ന് മുറുക്കി
ഇതൊന്ന് കാണട്ടെ. ബ്ലോഗില് പിന്നെ ഇപ്പൊ എടുക്കുന്ന ബ്ലോഗ് തന്നെ ഇത് ഓരോന്നോരോന്ന് വെച്ച് നോക്കാം. രസമില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓർഡർ ചെയ്യാം, ഒരു സെറ്റോടെ. ഓക്കെ. സച്ചിനായിരുന്നൊരു ഡൗട്ട് തീർക്കാം കേട്ടോ. ഇങ്ങനെ പോയേ ഇത് വിജയിച്ചിട്ടില്ല, ഇത് പരാജയമായി പോയി. വാങ്ങിയത് പരാജയമായി. തക്കാളി മുറിച്ചെടുക്കാണ്ട് അയൽത്തോ ഔട്ടായിട്ടോ മിക്സ് ചെയ്താ ഞാൻ തക്കാളി എല്ലാം മിക്സ് ചെയ്യും. ഇതുണ്ടാക്കാം. പൊട്ടിയും നാണം കിട്ടിയിരിക്കുന്നു. മുറുകി നോട്ടെ ഒന്ന് കണ്ടേ. തക്കാളി അനങ്ങൂല, ഉള്ളി നല്ലോണം റെഡി. ഉള്ളിക്ക് മാത്രം വാങ്ങിയതാ. ഉള്ളി ചെറിയ ചെറിയ അതൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതിപ്പോ മുറിഞ്ഞതല്ല. മറ്റേ ഒരു വെട്ട് ഒന്നൊന്നുമില്ല. ഉള്ളി പിന്നെ ഉണ്ട് തോന്നുന്നു. ഉള്ളി കണ്ണരിയൂല, ഉള്ളി മാത്രം. ഓ കണ്ണരിയാണ്ടൊക്കെ വാങ്ങിയില്ലേ. ശാശീനെ കൊണ്ട് അടുത്ത പരീക്ഷിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് മുറിയെന്നൊക്കെയാണ് പറയുന്നത്. കാണിക്ക്. വിജയിച്ചോ? ആദ്യം വേണ്ട അതിട്ടത് മറ്റേ സാധനത്തിൽ അരിയുന്ന അതേ ഇതില്ലേ കിട്ടി. തക്കാളി ആവില്ല, തക്കാളിന്റെ തോലുള്ളതുകൊണ്ടാ റെഡി ആകുന്നത്. അപ്പൊ തക്കാളി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞാലും ശരി. ഇത് റെഡി. ക്യാരറ്റ് ആയത് ഇതാണ്ടത് രണ്ടും റെഡിയായി. തക്കാളി മാത്രം റെഡിയായില്ല. അപ്പൊ നമ്മൾ സച്ചിനായിട്ടും പറഞ്ഞിട്ട് ഇത് ഒന്നും വർക്കാവില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും സാധനം വർക്കായി. ഇതിൽ തക്കാളി മാത്രം ഫെയിലായി പോയി. തക്കാളി അരിയുന്നില്ല. പക്ഷെ ഇതൊക്കെ നല്ല ഇതിൽ കിട്ടിട്ടോ ഉപ്പേരിക്കുള്ള. അപ്പം ഈ 3 സാധനം റെഡിയായി കിട്ടി. ബാക്കിയൊക്കെ കിട്ടും, ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടും. തക്കാളി പിന്നെ കട്ടിയുള്ള തോല വേണ്ടെന്നൊന്നും കിട്ടാത്തത്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതിൽ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഓർഡർ ചെയ്യാത്തൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു കുപ്പി. അതിന് 426 രൂപയാണ് അവർ പേ ചെയ്തത്. ഞാനത് നോക്കാതെ എടുത്തു പോയി, പൈസയും കൊടുത്തു. റിട്ടേൺ ആവുമെന്ന് അറിയില്ല. ആ ഒരു സങ്കടമുണ്ട്. പിന്നെ ഇതെന്തായാലും ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി ഉണ്ട്, പപ്പടുണ്ട്, ഇന്നലത്തെ സാമ്പാറുണ്ട്. അപ്പം എല്ലാം സെറ്റായി. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. അത് മറ്റേ നമ്മളെ ലൈറ്റ് കത്തിക്കാൻ വാങ്ങി 500 രൂപ. ഇതുണ്ടാക്കാൻ പറഞ്ഞില്ലേ? അബിലും പഴവും ചായക്ക് ഉണ്ടാക്കണം. കൊറേ എനിക്ക് അബിലും തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് തിന്നാൻ തോന്നുന്നു. ഷുഗർ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാം. ശർക്കര ഷുഗർ കുറവാ. ആ കമന്റ് വരെ പാലച്ഛൻ വാങ്ങിട്ട് വന്ന് അവില് സച്ചിനായിട്ട് വാങ്ങിട്ടുണ്ട്. പൈസ അമ്മയാ തന്നു കേട്ടാ. ഇനി ചായ ഉണ്ടാക്കാം. അവിലൊക്കെ വെച്ച് ചായ കുടിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ചെറിയതായിട്ടൊരു തലകറക്കം വന്നു കേട്ടോ. അപ്പോൾ അവിലൊക്കെ എടുത്ത് മാറ്റി വെച്ചു, ചായയൊക്കെ അടച്ചു വെച്ചു. പിന്നെ സച്ചിനായിട്ടിന് ഞാനില്ലാത്തതുകൊണ്ട് ചായ കുടിച്ചില്ല. അച്ഛനും അമ്മയും ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് എണീറ്റ് വന്നിട്ട് ഞാൻ ചോറ് തന്നു കേട്ടോ. എന്റെ പരിപാടി കഴിഞ്ഞില്ലല്ലോ, അറിയോ? അടുത്ത എന്റെ തലകർക്കായിരിക്കും മിക്കവാറും കറണ്ട് ബില്ല്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയി. ഇങ്ങനെ നടക്കാനൊക്കെ തോന്നുന്നു അകത്തൊക്കെ ഇരുന്നിട്ടേ. സച്ചിനോട് പറഞ്ഞാൽ വരുമോന്നറിയില്ല. ഏട്ടാ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി വരണല്ലോ, പറമ്പിലൊക്കെ അങ്ങോട്ടൊക്കെ പോയി. ഓഹോ ആരേലും വീടും വെറുതെ പോകാൻ ബാബാ ഒന്ന് പോയി വരാം. ഞാൻ ആദ്യമായിട്ട് നൈറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ കേട്ടോ. ഇയാളെ കല്യാണത്തിന് പന്തലിട്ട സ്ഥലം കേട്ടോ. കല്യാണത്തിന് അന്ന് ചോറൊന്നും കയറിയതാ, പിന്നെ ഇങ്ങോട്ട് കയറിയില്ല.
ഇവിടെ അന്ന് കല്യാണത്തിന് സച്ചിന്റെ കട എന്ന് പറഞ്ഞൊരു കടയൊക്കെ ഉണ്ടേനു. എന്താ ദൈവമേ, പുളിമുട്ടായി ഒക്കെ ഉള്ള. ഇവിടെ ഒന്നും അങ്ങനെ മരങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോ ഒരുപാട് സാധനങ്ങൾ പറിക്കാനൊക്കെ ഉണ്ടാവും. ഇവിടെ ഒക്കെ ഒരു മോനുണ്ട് എന്നുള്ളു, ഒരു സാധനം വെച്ച് ഒരു പേരക്ക പോലും കഴിക്കാൻ ഇവിടെ കിട്ടുമെന്ന് തോന്നില്ല. അച്ഛനേട്ടാ, ഒരു പേരക്ക വിഷയം വെക്കണ്ട. ഇത് ഇയാളെ കല്യാണത്തിന് ചോറൊക്കെ വെച്ച അടുപ്പാട്ടോ. അതോടെ കഷ്ടകാലം ആർക്ക് എനിക്ക്. ഒരു സംഭവം അതാ സച്ചിനേട്ടാ, മറ്റേ പഞ്ഞിമരം അവിടെ ഉണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോവാ. ഇതുവരെ തറവാട് വീടിന്റെ ഇതെന്താ സാധനമായിട്ടാ? അപ്പൊ പഴയ വീടിന്റെ അടുക്കളേന്റെ ഭാഗം അല്ലേ? അങ്ങ് പോകണ്ട, പാമ്പൊക്കെ ഉണ്ടാവും. പോരി. ഒരു മുളച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് പൊങ്ങുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു പേരക്കെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സച്ചിനോട് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയത്. ഇവിടെ അപ്പൊ എനിക്ക് 2 തേങ്ങ കിട്ടി, മുളപ്പിച്ച. ഒന്ന് കാണിച്ചു കൊടുക്കുക ചേട്ടാ. 2 മുളപ്പിച്ച തേങ്ങ. ഇനി അത് പൊട്ടിച്ചോ. ഇനി അച്ഛൻ മുളപ്പിക്കായിട്ടതാണോ? ഉണ്ട്. സത്യമായിട്ട് ഞാൻ കിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. അതുകൂടെ വിളിച്ചത് അതിലുണ്ട്. കട അല്ല, ഇനി ആ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. നടച്ചില്ലെങ്കിൽ തുറന്നു വരും. ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ആരുമില്ല. നമ്മൾ അതിക്രമിച്ച് കയറിയിട്ട് എന്താക്കാം, ചാമ്പയ്ക്ക പറിക്കാം. കൊള്ളൂല അങ്ങനത്തെ ഉണ്ടോ? പുഴുവോ? വേണ്ട. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ചാമ്പയ്ക്കം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഇനി നമുക്ക് പോയിട്ട് ചായ കുടിക്കാം അല്ലേ? ഇതിനും ചായ കുടിച്ചിട്ട് അച്ഛൻ കൊണ്ടുവച്ച പഴുത്തൊക്കെ ഉണ്ട്, അതൊന്ന് വെട്ടി വെക്കാം. പഴുത്തോന്ന് അറിയില്ല. പഴുത്തില്ലേ? അവരുണ്ടോ? നല്ല ഭയങ്കര മധുര. നല്ല മധുരം. ഇത് പഴഞ്ചക്കയാ? വരിക്കച്ചക്ക. വീഡിയോ എടുക്കുന്ന നമുക്ക് പണി തരാം. ഞാൻ വെട്ടിത്തരാം. ഒന്ന് സച്ചിനേട്ടാ, എന്നെ കൊണ്ട് അത്രയും നേരം അവിടെ നിൽക്കാനാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കിട്ട് വാ. ഞാൻ പോവാനോ? അയ്യടാ, വേഗം റെഡിയാക്കിട്ട് വാ. അങ്ങനെ ഞാൻ അവിലും ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സച്ചിനേട്ടൻ ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചായ കുടിക്കാം. അവിലെങ്ങനെ ഉണ്ട് ഏട്ടാ കുഴച്ചത്? പതളം പിടിച്ചിട്ടുണ്ടോ? ചായ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. സച്ചിനേട്ടൻ ഭയങ്കര സ്ട്രോങ് ഉള്ള ചായ കുടിക്കുക. അപ്പം ഞാൻ ഒരു കപ്പിൽ ഉണ്ടാക്കിയോണ്ട് നോർമൽ സ്ട്രോങ്ങിലുള്ള ചായ ഉണ്ടാക്കിയ. അമ്മ അച്ഛനും ഓമശ്ശേരി പോവാട്ടോ. ഇന്ന് ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ കിട്ടിയ അവസരത്തിന് നെയിൽ പോളിഷ് ഇരിക്കണം. പിന്നെ കുഴപ്പമില്ല. എന്താ ഭാര്യയല്ലേ, വേറെ ആരുമല്ലല്ലോ.
അപ്പോഴത്തേക്ക് പുറത്ത് പോയി അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നൈറ്റി ഇട്ടത് കണ്ടിട്ട് എനിക്ക് പുതിയ നൈറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. പിന്നെ അമ്മയും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് കാണിച്ചൊക്കെ തന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.